കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. ലേൺവൈസ് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഇഗ്നോ ഫോക്കസ് 5.0 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു സിലബസിന്റെ എൻറ്റയർ ഇവാലുവേഷൻ ആണ്. അതായത് നമ്മൾ ഏതൊക്കെ ഏരിയയിൽ ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാസ്റ്റ് 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിസിന്റെ അനാലിസിസ് ആണ് ഇന്നിവിടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന പേപ്പർ BED SV 101 UGയുടെ കോമൺ പേപ്പറായ വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ള പേപ്പറാണ്. അപ്പോൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി ഏകദേശം പ്രിപ്പയർ ആയിരിക്കുന്നവരാണ്. ഏകദേശം എന്നല്ല, ഓൾമോസ്റ്റ് പ്രിപ്പയർ ആയവരാണ്. അതായത് നമ്മൾ റെക്കോർഡ് വീഡിയോസ് കണ്ടും ലേൺവൈസിന്റെ ലേണേഴ്സ് ഒക്കെ അതിന്റെ റെക്കോർഡ് വീഡിയോസ് കണ്ട് റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തവരും അതുപോലെ തന്നെ നമ്മുടെ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തവരും അതുപോലെ തന്നെ എക്സാം റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തവരൊക്കെയാണ്. ഇനി നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒരു റിവിഷൻ ആണ്, അല്ലെ? അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഏത് ബ്ലോക്കാണ് ഇനി നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഏത് ബ്ലോക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് യൂണിറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വരാൻ പോകുന്ന December 2025 TE എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിരിക്കുന്നവരാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്ന് സിലബസ് മാപ്പിംഗ് ആണ് ഇതിൽ. അതായത് നമ്മുടെ ഓരോ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഓരോ ടോപ്പിക്കിന്റെയും എത്രമാത്രമാണ് വന്നിട്ടുള്ളത്, ഏത് ബ്ലോക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്ന കാര്യം നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അതായത് നമുക്കറിയാം 3 hours ആണ്, 100 മാർക്കാണ്, ഒരു ക്വസ്റ്റ്യന് 20 മാർക്കാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ അറ്റൻഡ് ചെയ്യും, എങ്ങനെ ക്രാക്ക് ചെയ്യാം, അതുപോലെ തന്നെ 3 hours എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പാസ്റ്റ് 5 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റി, ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മേ ബി ഏതാകാം, അതിന്റെ പ്രിഡിക്ഷൻസും കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം നമ്മുടെ ഈ December 2025 TE എക്സാം ക്രാക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മോക്ക് പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ ആൻസേഴ്സ് നമ്മുടെ ലേൺവൈസിന്റെ ലേണേഴ്സിന് നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ മോഡൽ ആൻസേഴ്സും എങ്ങനെയാണ് മാർക്കിംഗ് സ്കീം എങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ഒരു സ്മാർട്ട് വർക്ക് ആണ്. കാരണം നമ്മൾ എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കുന്നവരാണ്. ഇനി നമുക്ക് ഒരു റിവിഷൻ മാത്രമാണ്. അപ്പൊ ആ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഏത് ബ്ലോക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏത് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ളത്, നമ്മൾ പഠിച്ച കാര്യം തന്നെ നമ്മൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. അതായത് ഓരോരോ ബ്ലോക്കിലും ഓരോരോ യൂണിറ്റിലും ഓരോരോ ടോപ്പിക്ക് എത്രമാത്രം അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സ്കോറിംഗ് റൂൾസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ അതിന്റെ ഹൈ അപ്പിയറൻസ്, അതായത് ഹൈ കാറ്റഗറിയിലും, 5 to 9 അപ്പിയറൻസ് ആണെങ്കിൽ അത് മീഡിയം കാറ്റഗറിയിലും, ലെസ് ദാൻ 5 ആണെങ്കിൽ അത് ലോ കാറ്റഗറിയിലുമാണ് വരുന്നത്. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് സോഷ്യൽ മലൈസ് ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ, അതിൽ നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 1 time ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 1 തന്നെ സോഷ്യൽ മലൈസ് ആൻഡ് വാല്യൂ എഡ്യൂക്കേഷനിൽ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ 1 time ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷനിലും ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മോറൽ എഡ്യൂക്കേഷൻ ആൻഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ 1 time ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 1 മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷനിൽ മോറൽ എഡ്യൂക്കേഷൻ വേഴ്സസ് റിലീജിയസ് എഡ്യൂക്കേഷൻ 1 time ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി, ഡിഫറെന്റ് ഫേസസ് ഓഫ് മൊറാലിറ്റി എന്ന് പറയുന്നതും 1 time ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ യൂണിറ്റ് 4 ബ്ലോക്ക് 1 തന്നെ പില്ലേഴ്സ് ഓഫ് ഡെമോക്രസിയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി 1 time ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 2 ഇന്ത്യൻ കൾച്ചർ ആൻഡ് വാല്യൂസിലും വാല്യൂസ് അണ്ടർലൈൻ ഇന്ത്യൻ കൾച്ചർ 1 time ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 2 ഇന്ത്യൻ ഫിലോസഫി ആൻഡ് വാല്യൂസിൽ ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി 1 time ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 2 കൾച്ചറൽ പ്ലൂറലിസം ഇൻ ഇന്ത്യ 1 time ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് ഫോർ വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഡെവലപ്പിംഗ് വാല്യൂസ് ഇൻ ചിൽഡ്രൻ 1 time ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ യൂണിറ്റ് 4 വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ടോപ്പിക് 1 time ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്.
ദെൻ അടുത്ത നമ്മൾ ബ്ലോക്ക് 3 തിയറീസ് ഓഫ് ഗുഡ്നെസ്സിൽ സെൽഫ് റിയലൈസേഷൻ 1 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 3 തന്നെ തിയറീസ് ഓഫ് ഗുഡ്നെസ്സിൽ വാട്ട് യു മീൻ ബൈ ദ ടേം ഗുഡ് അതും 1 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 3 തിയറീസ് ഓഫ് കണ്ടക്ട് 1 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 4 ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി പാറ്റേൺ 1 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് 3 യൂണിറ്റ് 4 ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ 1 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 4 പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ, അതിൽ സോഷ്യലൈസേഷൻ ഫാമിലി ആൻഡ് പിയർ ആസ് ഏജന്റ് 1 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 4 സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് വാല്യൂസ് വെർബൽ ആൻഡ് നോൺ വെർബൽ ഇന്ററാക്ഷൻ 1 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 4 പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് 1 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 5 സോഷ്യൽ ലിങ്കേജസ് ഫങ്ഷൻസ് ഓഫ് മീഡിയ 1 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അടുത്ത ബ്ലോക്ക് 4 യൂണിറ്റ് 5 സോഷ്യൽ ലിങ്കേജസിൽ ഹോം ദ ഫസ്റ്റ് ലേണിംഗ് പ്ലേസ് 1 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് 4 യൂണിറ്റ് 5 സോഷ്യൽ ലിങ്കേജസിൽ നെഗറ്റീവ് എഫക്ട് ഓഫ് മീഡിയ 1 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 5 സോഷ്യൽ ലിങ്കേജസിൽ റോൾ ഓഫ് പാരന്റ്സ് ഇൻ വാല്യൂ ഡെവലപ്മെന്റ് 1 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 4 തന്നെ യൂണിറ്റ് 5 സോഷ്യൽ ലിങ്കേജസിൽ വാട്ട് ഈസ് മീഡിയ 1 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് ബ്ലോക്ക് 4 യൂണിറ്റ് 5 സോഷ്യൽ ലിങ്കേജസിൽ ഹു ആർ ദ പിയേഴ്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ പിയേഴ്സ് 1 ടൈമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 ടോപ്പിക്കിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റിൽ ഏതൊക്കെ ടോപ്പിക്കാണ് എത്ര തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ ഇനി നോക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് അതിന്റെ ഒരു ബാർ ചാർട്ടാണ്. അതായത് പാസ്റ്റ് 5 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് പറഞ്ഞു. അതായത് ഡിസംബർ 2024 മുതൽ ജൂൺ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ബ്ലോക്ക് 4 നിന്നാണ്. അപ്പൊ ബ്ലോക്ക് 4 കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ നോക്കുക. അതുപോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3യും നമ്മൾ എന്ത് ചെയ്യുക, കവർ ചെയ്യാം. അതിന്റെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഡിസംബർ 2024 മുതൽ ജൂൺ 2025 വരെയുള്ള പാസ്റ്റ് 5 ഇയേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് ഇവിടെ നടത്തുന്നത്. ഈ അനാലിസിസും നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 4 തന്നെയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുപോലെ തന്നെ ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 ഇതിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഈ ഹീറ്റ് മാപ്പ് സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. നമ്മൾ ഇനി നോക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പ് 3 ഹൈ ഹീൽഡ് ക്വസ്റ്റ്യൻസ് ഏതാ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതായത് നമുക്ക് വരാൻ ചാൻസ് ഉള്ള, അതായത് നമുക്ക് കൂടുതൽ മാർക്ക് ലഭിക്കാവുന്ന ഏരിയ ഏതാണ്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് ആ ടോപ്പ് 3 യൂണിറ്റ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 5 സോഷ്യൽ ലിങ്കേജസ് എന്നുള്ള ബ്ലോക്ക് 4 നിന്ന്, അതായത് 5 ഔട്ട് ഓഫ് 20 കളക്റ്റീവ്ലി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഹോം, പിയേഴ്സ്, പാരന്റ്സ്, മീഡിയ ആസ് ഏജന്റ് ഓഫ് വാല്യൂ ഡെവലപ്മെന്റ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, 5 ഔട്ട് ഓഫ് 20 ഒരു 25% നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഹോം, പിയേഴ്സ്, പാരന്റ്സ്, മീഡിയ എന്ന് പറയുന്നത് യൂണിറ്റ് 5 സോഷ്യൽ ലിങ്കേജസ് ബ്ലോക്ക് 4. അടുത്തത് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4 ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി ബ്ലോക്ക് 3 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആൻഡ് ക്യാരക്ടർ പേഴ്സണാലിറ്റി പാറ്റേൺ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ടോപ്പ് 3 ഹൈ ഈൽഡിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്തത് ദ ക്ലസ്റ്റർ ഓഫ് കൾച്ചർ ആൻഡ് ഫിലോസഫി ബ്ലോക്ക് 2 യൂണിറ്റ് 1 ആൻഡ് 3 അതായത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി ആൻഡ് കൾച്ചറൽ പ്ലൂറലിസം. ഇതിന്റെ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇന്ത്യൻ കൾച്ചറൽ ഫിലോസഫിക് ബേസിസ് റിപ്പീറ്റഡ്ലി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോപ്പ് 3 ഹൈ ഈൽഡിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഹൈ ഈൽഡ് ടോപ്പിക്, അതായത് നമ്മൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മീഡിയ ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്. നമ്മൾ അതിന്റെ ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ ഫംഗ്ഷൻസ്, അതിന്റെ നെഗറ്റീവ് എഫക്ട്, ഇതൊക്കെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമുക്ക് എക്സാമിന് മേ ബി ഇതിന്റെ ഡിഫറെന്റ് ആംഗിൾസ് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു റോൾ എന്താണ്, ഇതിന്റെ ഫംഗ്ഷൻസ് എന്താണ്, ഇതിന്റെ ഹാംസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ചോദിക്കാം. അപ്പം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും ഈ ഒരു ടോപ്പിക് തന്നെയാണ്. അതുപോലെ തന്നെ ഫാമിലി, പിയേഴ്സ് ആൻഡ് പാരന്റ്സ് ആസ് വാല്യൂ ഏജൻസ്, അതുപോലെ തന്നെ അതിൽ സോഷ്യലൈസേഷൻ, ഹോം ആസ് എ ഫസ്റ്റ് സ്കൂൾ ആൻഡ് പിയേഴ്സ് ആൻഡ് പാരന്റൽ റോൾ, ഇതും ബ്ലോക്ക് 4 നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ മൊറാലിറ്റി ആൻഡ് മോറൽ റിലീജിയസ് ഡിബേറ്റ്, അതുപോലെ തന്നെ മോറൽ വേഴ്സസ് റിലീജിയസ് എഡ്യൂക്കേഷൻ ആൻഡ് ഫേസറ്റ് ഓഫ് മൊറാലിറ്റി, ഇതും നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടോപ്പ് 3 ഹൈൽഡ് ടോപ്പിക്കാണ് പറഞ്ഞിട്ടുള്ളത്.
ഇനി ഈ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് എല്ലാം വരുന്നത് 20 മാർക്കിന്റെ ലോങ് എസ്സേസ് മാത്രമാണ് വരുന്നത്. അപ്പം നമുക്ക് ചില സമയത്ത് സബ് ക്വസ്റ്റ്യൻസ് വരും ഇതിന്, അതായത് എ പാർട്ട് ബി പാർട്ട് എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും വരും. നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ കൺസെപ്ച്വൽ ക്ലാരിറ്റി, അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ആർഗ്യുമെന്റ്സ്, അതുപോലെ തന്നെ എക്സാമ്പിൾസ്, ഇതൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഒരു 350 to 450 വേർഡ്സിലായിരിക്കണം നമ്മൾ എക്സാം പാറ്റേൺ എഴുതുന്ന രീതിയിൽ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു 20 മാർക്കിന്റെ എസ്സേ വരികയാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒന്നുകിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിസ്കസ് ദ റോൾ ഓഫ് മോറൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നു, മോറൽ വേഴ്സസ് റിലീജിയസ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ, മീഡിയ ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്, ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 3 to 4 ആർഗ്യുമെന്റ്സ് ഉണ്ടാക്കി വെക്കുക, അതായത് വാല്യൂ പോയിന്റ്സ് ഉണ്ടാക്കി വെക്കാം. അതുപോലെ തന്നെ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് 3 അവർ ആണ്, 3 അവേഴ്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ഒരു 350 to 450 വേർഡ്സ് എങ്കിലും എന്ത് ചെയ്യാം, മാക്സിമം എഴുതാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ബോഡി പാർട്ട്, ദെൻ കൺക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെ ഹെഡിങ് സബ് ഹെഡിങ് ഒക്കെ കാണുന്നില്ലേ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഹെഡിങ് സബ് ഹെഡിങ് ഒക്കെ കൊടുത്ത് നല്ല അട്രാക്റ്റീവ് ആയിട്ട് തന്നെ എഴുതാൻ നോക്കുക. എഴുതുന്ന സമയത്ത് ഓരോ പോയിന്റ്സും എഴുതുന്നതിനനുസരിച്ച് അണ്ടർലൈൻ ചെയ്ത് പോവുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് തന്നെ പോവാം. ഒരു 350 to 450 വേർഡ്സിൽ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് ഡിസംബർ 2024 മുതൽ നമ്മൾ ജൂൺ 2025 വരെയുള്ള നമ്മുടെ ഈ 4 ബ്ലോക്കിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതില് ബ്ലോക്ക് 1 കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഡിസംബർ 2024 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ജൂൺ 2025 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്ക് പെർ പേപ്പർ എന്ന് പറയുന്നത് 20 ആണ്. ആൻഡ് ടോട്ടൽ പെർസെന്റേജ് ഓഫ് ദ ഷെയർ എന്ന് പറയുന്നത് 20% ആണ്. ദെൻ ബ്ലോക്ക് 2 ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ് ഡിസംബർ 2024 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ജൂൺ 2025 20 മാർക്കിന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്ക് പെർ പേപ്പർ എന്ന് പറയുന്നതും 20 തന്നെയാണ്. അതുപോലെ തന്നെ ടോട്ടൽ പെർസെന്റേജ് ഓഫ് ദ ഷെയർ 100 വരുന്ന സമയത്ത് 20% ആണ്. ഇനി അടുത്തത് ബ്ലോക്ക് 3 തിയറട്ടിക്കൽ ഫൗണ്ടേഷൻസിൽ ഡിസംബർ 2024 20 മാർക്കിന് തന്നെയാണ്. അതുപോലെ തന്നെ ജൂൺ 2025 20 മാർക്കിന് തന്നെയാണ്. ആവറേജ് മാർക്ക് പെർ പേപ്പർ എന്ന് പറയുന്നത് 20 ആണ്. ആൻഡ് ടോട്ടൽ പെർസെന്റേജ് ഓഫ് ദ ഷെയർ എന്ന് പറയുന്നത് 20% ആണ്. ദെൻ ബ്ലോക്ക് 4 സോഷ്യൽ ഡൈനാമിക് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ് ഡിസംബർ 2024 40 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജൂൺ 2025 40 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്ക് പെർ പേപ്പർ എന്ന് പറയുന്നതും 40 ആണ്. ടോട്ടൽ പെർസെന്റേജ് ഓഫ് ദ ഷെയർ ഓഫ് 100 നോക്കുകയാണെങ്കിൽ 40% ആണ്. അതായത് നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ ആദ്യമേ പറഞ്ഞു ബ്ലോക്ക് 4 നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ്. നമ്മുടെ ഡിസംബർ 2024 മുതൽ ജൂൺ 2025 വരെ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 4 നിന്നാണ് ഇപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്തും ഈ ബ്ലോക്ക് 4 എന്ത് ചെയ്യുക, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആൻഡ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ബ്ലോക്ക് 3 കവർ ചെയ്യും. ഇനി അതിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് നമ്മൾ ഇനി അടുത്ത ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പോലെയാണ് കാണിക്കുന്നത്. അതായത് ഡിസംബർ 2024 മുതൽ ജൂൺ 2025 വരെയുള്ള ഈ എക്സാമിന്റെ, അതായത് നമുക്ക് വന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഏത് ബ്ലോക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ളതും ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ എന്നുള്ളതാണ്. അതായത് ഈ എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ഈ വാല്യൂ എഡ്യൂക്കേഷൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് എസ്സേസ് മാത്രമാണ് വരുന്നത്. അതും എസ്സേ വരുന്നത് തന്നെ ഒരു 20 മാർക്കിന്റെ എസ്സേ ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എഴുതേണ്ടത് ലോങ് ആൻസേഴ്സ് തന്നെയാണ് എഴുതേണ്ടി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, എ പാർട്ട് ബി പാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റേണൽ ചോയ്സും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒബ്ജക്റ്റീവ്സോ അതുപോലെ തന്നെ ഷോർട്ട് നോട്ടോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഷോർട്ട് നോട്ട് അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും കണ്ടുവരുന്ന പാറ്റേൺ എന്ന് പറയുന്നത് എസ്സേ മാത്രമാണ്. എസ്സേ എഴുതുന്ന സമയത്ത് നമുക്ക് എ പാർട്ട് ബി പാർട്ട് ഐദർ എ ഓർ ബി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് നല്ലപോലെ അറിയാവുന്ന ഒന്ന് നമ്മൾ വേണം എഴുതാൻ വേണ്ടിയിട്ട്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ബ്ലോക്കിന്റെ വെയിറ്റേജ് നോക്കുവാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് 4 ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അതായത് 40% വരുന്നത് ബ്ലോക്ക് 4 അതുപോലെ തന്നെ ബാക്കിയുള്ള ബ്ലോക്ക് നമ്മുടെ റിമൈനിങ് ബ്ലോക്ക് ആയ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ബ്ലോക്ക് 3 20% ആണ് ബ്ലോക്കിന്റെ വെയിറ്റേജ് വരുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 4 തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം 1 2 3 എന്ന് പറയുന്ന ബ്ലോക്കിന് 20% ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പല ക്വസ്റ്റ്യൻസ് വരാം. അതായത് ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ, അതിന്റെ അപ്ലിക്കേഷൻ ലെവൽ ഇങ്ങനെയൊക്കെ ചോദിക്കും. അതായത് ഒരു 20 മാർക്കിന് നമ്മൾ എഴുതുന്ന സമയത്ത് ഇപ്പൊ വാട്ട് ഈസ് അഡ്ജസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഡെഫിനിഷൻ മാത്രം എഴുതി പോകരുത്. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ അതിന്റെ കൺസെപ്റ്റ് കൊടുക്കുക.
അതുപോലെ തന്നെ അത് റിയൽ ലൈഫ് ഇംപ്ലിക്കേഷനും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ രണ്ട് പാർട്ടും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് അങ്ങ് എഴുതി പോകരുത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ആ ഡെഫിനിഷനും എക്സ്പ്ലനേഷനും എഴുതുന്നത് പോലെ തന്നെ അതിന്റെ അപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ആ ഒരു കൺസെപ്റ്റ് എങ്ങനെ റിയൽ ലൈഫിൽ ഇംപ്ലിക്കേഷൻ ചെയ്യാം എന്നുള്ളതും കൂട്ടി എഴുതണം. ഇനി നമ്മൾ നോക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ടോപ്പ് 10 റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ പാസ്റ്റ് 5 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് അനാലിസിസിൽ വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാമിലി, ഹോം, പാരന്റ്സ് ആൻഡ് പിയേഴ്സ് ആസ് വാല്യൂ ഏജന്റ്. എക്സാമ്പിൾ സോഷ്യലൈസേഷൻ ഇൻ ഫാമിലി, അതുപോലെ തന്നെ പിയേഴ്സ്, പാരന്റ്സ് റോൾ ആൻഡ് ഹോം ആസ് ഫസ്റ്റ് സ്കൂൾ. അത് 4 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ മീഡിയ ആൻഡ് വാല്യൂ ഡെവലപ്മെന്റിൽ ഡെഫിനിഷൻ, ഫംഗ്ഷൻസ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് എഫക്ട് ഓഫ് മീഡിയ 2 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ മൊറാലിറ്റി ആൻഡ് മോറൽ വേഴ്സസ് റിലീജിയസ് എഡ്യൂക്കേഷൻ, ഡിസ്റ്റിങ്ഷൻ, ഫേസറ്റ് ഓഫ് മൊറാലിറ്റി 2 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ പേഴ്സണാലിറ്റി ആൻഡ് ക്യാരക്ടർ, പേഴ്സണാലിറ്റി പാറ്റേൺ ഓർ ഡിസോർഡർ, ട്രേറ്റ്സ്, ടൈപ്സ്, പാറ്റേൺ 2 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇന്ത്യൻ കൾച്ചർ ആൻഡ് കൾച്ചറൽ പ്ലൂറലിസം ആൻഡ് വാല്യൂ അണ്ടർലൈനിങ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് കൾച്ചറൽ പ്ലൂറലിസം ഇൻ ഇന്ത്യ 2 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി, ഡിഫറെന്റ് സ്കൂൾ ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് ഓർത്തഡോക്സ് ട്രഡീഷൻ 1 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ആൻഡ് നീഡ് ഫോർ വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ 1 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. എയ്ത്ത് ക്വസ്റ്റ്യൻ തിയറീസ് ഓഫ് കണ്ടക്ട്, ഈ തിയറീസ് ആൻഡ് ദിയർ ഇംപ്ലിക്കേഷൻ ഫോർ ഹ്യൂമൻ ബിഹേവിയർ 1 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ നയൻത്ത് ക്വസ്റ്റ്യൻ ഗുഡ് ആൻഡ് സെൽഫ് റിയലൈസേഷൻ ആൻഡ് മീനിങ് ഓഫ് ഗുഡ് ആൻഡ് ലിങ്ക് വിത്ത് സെൽഫ് റിയലൈസേഷൻ 1 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെൻ സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്, വെർബൽ അല്ലെങ്കിൽ നോൺ വെർബൽ ഇന്ററാക്ഷൻ, പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് 2 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന പാസ്റ്റ് 5 ഇയേഴ്സിലെ 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഫ്രീക്വൻസി ആണ്. അതായത് നമ്മുടെ ഓരോ ക്വസ്റ്റ്യനും, നമുക്കിപ്പം വന്നിരിക്കുന്ന ഓരോരോ ക്വസ്റ്റ്യൻസും ഓരോരോ ബ്ലോക്കിൽ നിന്നും ഓരോരോ യൂണിറ്റിലും എത്ര പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എത്രയാണ് അതിന്റെ ആവറേജ് മാർക്ക് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതായത് ഇതിന്റെ ഒരു ഫ്രീക്വൻസി ബേസിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫാമിലി, ഹോം, പാരന്റ്സ്, പിയേഴ്സ് ആസ് ഏജന്റ് ഓഫ് വാല്യൂ ഡെവലപ്മെന്റ് ബ്ലോക്ക് 4 യൂണിറ്റ് 1 and 5 നിന്നാണ്. സോഷ്യലൈസേഷൻ ആൻഡ് സോഷ്യൽ ലിങ്കേജസ് 4 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് വന്നിട്ട് 20 ആണ്. ദെൻ മീഡിയ ആൻഡ് വാല്യൂ ഡെവലപ്മെന്റിൽ ഡെഫിനിഷൻ, ഫംഗ്ഷൻസ്, എഫക്ട് ബ്ലോക്ക് 4 യൂണിറ്റ് 4 ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഓൺ വാല്യൂ ഡെവലപ്മെന്റ് 2 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് വന്നിട്ട് 20 ആണ്. ദെൻ മൊറാലിറ്റി ആൻഡ് മോറൽ വേഴ്സസ് റിലീജിയസ് എഡ്യൂക്കേഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 and 3 2 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. 20 മാർക്കാണ്. Then personality traits, disorders and character personality pattern. Block 3, Unit 4 2 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് 20. Values in Indian culture and cultural pluralism and Block 2, Unit 1 and 3 2 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് 20. Then schools of Indian philosophy, Orthodox focus, Block 2 1 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് 20. അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ ബ്ലോക്ക് 1 അത് 1 ടൈം ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത് 20 മാർക്കിന്. ദെൻ തിയറീസ് ഓഫ് കണ്ടക്റ്റില് ബ്ലോക്ക് 3 അപ്പിയർ ചെയ്തിരിക്കുന്നത് 1 ടൈം, മാർക്ക് വന്നിരിക്കുന്നത് 20 ആണ്. ദെൻ മീനിങ് ഓഫ് ഗുഡ് ആൻഡ് സെൽഫ് റിയലൈസേഷൻ ബ്ലോക്ക് 3 1 ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത് 20 ആണ്. വെർബൽ ഓർ നോൺ വെർബൽ ഇന്ററാക്ഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഇറ്റ്സ് ഫാക്ടേഴ്സ് ബ്ലോക്ക് 4 യൂണിറ്റ് 2 and 4 നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പിയർ ചെയ്തിരിക്കുന്നത് 2 ടൈം ആണ്. ആവറേജ് മാർക്ക് വന്നിട്ട് 20 ആണ്. ഇനി നമ്മൾ അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ്, അതൊരു പൈ ചാർട്ട് രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ബ്ലോക്ക് ഏതാണ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, അതുപോലെ തന്നെ എത്ര പ്രാവശ്യമാണ് അത് അപ്പിയർ ചെയ്തിരിക്കുന്നത്, അതിന്റെ ആവറേജ് മാർക്ക് എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് വിഷ്വലൈസേഷൻ പൈ ചാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ, അതായത് നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കുക. ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 4 to 6 പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരാം. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും 2 എക്സാമ്പിൾ വീതെങ്കിലും നമ്മൾ പഠിക്കുക. പഠിച്ചിട്ട് നമ്മളത് എഴുതി പഠിക്കുക. അതായത് എഴുതി പഠിക്കുന്നതിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് ഓർമ്മ കിട്ടും. അതായത് നമ്മളിപ്പം
ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ എഴുതി പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. എന്തൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ്, മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, അതിൽ വരുന്ന കോർ പോയിന്റ്സ് ഏതാണെന്നുള്ളത് ആദ്യം ആലോചിച്ച് വെക്കുക. എന്നിട്ട് ഒരു 12 to 15 മിനിറ്റിനുള്ളിൽ അത് എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ എഴുതാം. ജസ്റ്റ് റഫ് ആയിട്ട് എഴുതാം. പകുതി എഴുതിയാൽ മതി, ഫുള്ളായിട്ട് എഴുതണമെന്നില്ല. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു 350 to 350 വേർഡ്സ് എങ്കിലും വേണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു 350 വേർഡ്സ് എഴുതുന്നതിന് പകരം എന്ത് ചെയ്യാം, നമ്മൾ കുറച്ച് ഷോർട്ടായിട്ട്, അതായത് ഒരു 12 to 15 മിനിറ്റിനുള്ളിൽ ഒരു ഹാഫ് പേജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4-6 പോയിന്റ്സ് എഴുതുന്ന രീതിയിൽ ഫോക്കസ് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ബ്ലോക്കും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഒരു ബ്ലോക്ക്, ഇപ്പൊ ബ്ലോക്ക് 4 എടുക്കുകയാണെങ്കിൽ ബ്ലോക്ക് 4ൽ നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ബ്ലോക്ക് 3 എടുക്കുകയാണെങ്കിൽ ബ്ലോക്ക് 3ന്ന് ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ എടുക്കുക. നമ്മളൊരു സ്മോൾ മോക്ക് പേപ്പേഴ്സ് എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ബ്ലോക്ക് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്തായാലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ ഹെഡിങ് ഒക്കെ എഴുതാം. അതുപോലെ തന്നെ ഹെഡിങ് എഴുതുന്ന സമയത്ത് എന്താണോ നമ്മുടെ ഉദ്ദേശിച്ചത്, അതായത് നമ്മുടെ ഓരോ ഹെഡിങ് എന്ത് ചെയ്യുക, നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എഴുതാം. ഇപ്പൊ നമ്മുടെ ഫംഗ്ഷൻസ് ഓഫ് മീഡിയ അല്ലെങ്കിൽ ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു മിനി സ്കെൽട്ടൺ ഉണ്ടാക്കുക. എന്താണ് പോയിന്റ്സ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്, എന്താണ് എഴുതേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രസന്റ് ചെയ്യുക. അപ്പൊ അത്രയും നല്ല രീതിയിൽ നീറ്റായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റിയാണ്. അതായത് എത്രമാത്രം പ്രോബബിൾ ഉണ്ട് ഇനി വരാൻ പോകുന്ന ഡിസംബർ 2025 എക്സാമിന് നമുക്ക് വരുന്ന ഓരോരോ ടോപ്പിക്കിന്റെയും പ്രോബബിലിറ്റിയും പ്രിഡിക്ഷനും ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 4 യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 5 അതിൽ വരുന്ന ടോപ്പിക്കാണ് ഫാമിലി, ഹോം, പാരന്റ്സ് ആൻഡ് പിയേഴ്സ് ആസ് ഏജന്റ് ഓഫ് വാല്യൂ ഡെവലപ്മെന്റ്. അതിന്റെ പ്രോബബിലിറ്റി 100% ആണ്. ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. റാഷണൽ ടാഗ് H1 ആണ്. അതായത് നമ്മൾ ഓരോ കാറ്റഗറി ഉണ്ട് എന്ന് പറഞ്ഞു. ഹൈ കാറ്റഗറി, മീഡിയം കാറ്റഗറി, ലോ കാറ്റഗറി, അതാണ് കാറ്റഗറിയിൽ വരുന്നത്. റേഷണൽ ടാഗ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻസ് അനുസരിച്ച് H1 എന്ന് പറയുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, H2 എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് അങ്ങനെ. അതുപോലെ തന്നെ മീഡിയം 1, മീഡിയം 2, ലോ 1, ലോ 2, L1, L2 അങ്ങനെയും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 4 യൂണിറ്റ് 5 മീഡിയ ആൻഡ് വാല്യൂ ഡെവലപ്മെന്റിൽ. അതിൽ നമ്മൾ ഡെഫിനിഷൻ, ഫംഗ്ഷൻ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്ട് 100% ആണ് പ്രോബബിലിറ്റി വരുന്നത്. ഹൈ കാറ്റഗറിയിലാണ്. H2 ആണ് റാഷണൽ ടാഗ് വരുന്നത്. ദെൻ യൂണിറ്റ് 4 ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 4 പേഴ്സണാലിറ്റി ആൻഡ് ക്യാരക്ടർ, പേഴ്സണാലിറ്റി പാറ്റേൺ ഡിസോർഡേഴ്സ് 100 ആണ് പ്രോബബിലിറ്റി. കാറ്റഗറി ഹൈ ആണ്. റേഷണൽ ടാഗ് വരുന്നതും H3 ആണ്. ആൻഡ് ബ്ലോക്ക് 2 യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 3 ഇന്ത്യൻ കൾച്ചർ ആൻഡ് കൾച്ചറൽ പ്ലൂറലിസം ആൻഡ് വാല്യൂസ് അണ്ടർലൈങ് കൾച്ചർ ആൻഡ് പ്ലൂറൽ ഐഡന്റിറ്റീസ് 100% ആണ് പ്രോബബിലിറ്റി വരുന്നത്. ഹൈ കാറ്റഗറി ആണ്. ദെൻ H4 ആണ് വരുന്നത്. അടുത്ത ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 3 മൊറാലിറ്റി ആൻഡ് മോറൽ വേഴ്സസ് റിലീജിയസ് എഡ്യൂക്കേഷൻ, അതിൽ ഡിസ്റ്റിങ്ഷൻ, എംഫേസിസ് ഓഫ് മൊറാലിറ്റി 50% പ്രോബബിലിറ്റി ആണ്. മീഡിയം ആണ്. M1 ദെൻ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1 റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് നീഡ് ഫോർ വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ 50% പ്രോബബിലിറ്റി. മീഡിയം ആണ് വരുന്നത്. M2 ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 4 പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി 50% ആണ്. മീഡിയം ആണ്. M3 കാറ്റഗറി. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 2 സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി ഓർത്തഡോക്സ് ഫോക്കസ് 50% ആണ്. മീഡിയം ആണ്. M4. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 4 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഡെവലപ്പിംഗ് വാല്യൂസ് ഇൻ ചിൽഡ്രൻ 50% ആണ്. മീഡിയം ആണ്. M5 ആണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 1 ഗുഡ് ആൻഡ് സെൽഫ് റിയലൈസേഷൻ 50% ആണ്. പ്രോബബിലിറ്റി. മീഡിയം ആണ്. M6 ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 2 തിയറീസ് ഓഫ് കണ്ടക്ട് 50% ആണ്. മീഡിയം ആണ്. M7. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 4 ഇന്ററാക്ഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റിൽ വെർബൽ ഓർ നോൺ വെർബൽ ഇന്ററാക്ഷൻ ആൻഡ് പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് 50% ആണ്. മീഡിയം ആണ്. M8. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 3 വാല്യൂസിൽ കോൺഫ്ലിക്ട് ആൻഡ് റെസൊല്യൂഷൻ, വാല്യൂ കോൺഫ്ലിക്ട് ആൻഡ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് 0% ആണ്. പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ലോ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഹൈ ആൻഡ് മീഡിയം ടോപ്പിക് ഏതാണ് എന്നുള്ളതാണ്. അതായത് നമുക്ക് റിലവൻസ് ഉള്ള ഹൈ ടോപ്പിക് ഏതാണ്, അതുപോലെ തന്നെ മീഡിയം വരുന്ന ടോപ്പിക് ഏതാണെന്നുള്ളതാണ്. ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ H1 ടോപ്പിക്കിൽ വരുന്നതാണ് ഫാമിലി ആൻഡ് പിയേഴ്സ് എന്നുള്ളത്. അതായത് ഡിസംബർ 2024 20 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫാമിലി ആൻഡ് പിയേഴ്സ് എന്ന് പറയുന്നത്. അത് തന്നെ പിയേഴ്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ H2 അടുത്തത് വരുന്നത് ഡിസംബർ 2024 ചോദിച്ചതാണ്. വാട്ട് ഈസ് മീഡിയ ആൻഡ് എക്സ്പ്ലെയിൻ ദ നെഗറ്റീവ് എഫക്ട് ഓഫ് മീഡിയ ആൻഡ് വൈ ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മീഡിയ എന്നുള്ളത്. അതുപോലെ തന്നെ H3
പേഴ്സണാലിറ്റി വാസ് ടെസ്റ്റഡ് വയ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡിസോർഡേഴ്സ് ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് ജൂൺ 2025 20 മാർക്കിന്റെ എസ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അടുത്ത H4 വാല്യൂ അണ്ടർലൈൻ ഇന്ത്യൻ കൾച്ചർ ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ ആൻഡ് പ്ലൂറലിസം ഇൻ ഇന്ത്യ ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ M1 ജൂൺ 2025 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മോറൽ വേഴ്സസ് റിലീജിയസ് എഡ്യൂക്കേഷൻ ആൻഡ് ഫേസ്ഡ് ഓഫ് മൊറാലിറ്റി എന്നുള്ളത്. അതുപോലെ തന്നെ മീഡിയം 2 M2 വരുന്നതാണ് ഡിസംബർ 2024 ചോദിച്ചിട്ടുള്ളതാണ് എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ആൻഡ് ദ നീഡ് ഫോർ വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് റെക്കറിംഗ് ജൂൺ 2025 ചോദിച്ചിട്ടില്ല. അടുത്തത് M3 വരുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി. അത് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഡിസംബർ 2024 അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ 2025 ജൂണിൽ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ദെൻ M4 വരുന്നതാണ് ജൂൺ 2025 ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്നുള്ളത്. ബട്ട് ദിസ് ടോപ്പിക് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഡിസംബർ 2024. അടുത്ത M5 ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ടായിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ. ബട്ട് ഇൻ ജൂൺ 2025 ഡസ് നോട്ട്. ദെൻ M6 വരുന്നതാണ് വാട്ട് യു മീൻ ബൈ ദ ടേം ഗുഡ് ആൻഡ് വാട്ട് ഈസ് സെൽഫ് റിയലൈസേഷൻ and it appears as a completely in 20 mark essay and it will be asked in December 2024 only. Then M7 വരുന്നതാണ് ജൂൺ 2025 ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു തിയറീസ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് പാരലൽ ഇൻ 2024 ഡിസംബർ. ഇനി M8 വരുന്നതാണ് ജൂൺ 2025 അതായത് വെർബൽ ആൻഡ് നോൺ വെർബൽ ഇന്ററാക്ഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് കമ്പൈൻ ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് 20 മാർക്കിന്റെ എക്സേ. ബട്ട് ദിസ് ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി ഡിസംബർ 2024. ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത്, കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 3 ടോപ്പിക്സ്, അതായത് ഒരു 3-4 ടോപ്പിക്സ് ഏതാണെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഹൈ പ്രയോറിറ്റിയിൽ വരുന്നതാണ് സോഷ്യൽ ലിങ്കേജസ് ആൻഡ് ഏജന്റ് ഓഫ് വാല്യൂ ഡെവലപ്മെന്റ്, അതിൽ തന്നെ ഫാമിലി, ഹോം, പാരന്റ്സ്, പിയേഴ്സ്. ദെൻ മീഡിയ ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ് ആൻഡ് പേഴ്സണാലിറ്റി, ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി പാറ്റേൺ ഓർ ഡിസോർഡേഴ്സ്. ദെൻ ഇന്ത്യൻ കൾച്ചർ ആൻഡ് കൾച്ചറൽ പ്ലൂറലിസം. ഇത്രയും ടോപ്പിക്, ഈ 4 ടോപ്പിക്ക് നമ്മൾ ഹൈ പ്രയോറിറ്റിയിൽ വരുന്നതാണ്. നമുക്കൊരു 20 മാർക്കിന്റെ എസ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒരു 30 to 35 മിനിറ്റ് പെർ ആൻസറിന് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ ആദ്യം ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക, 2-3 തവണ വായിക്കുക, എന്നിട്ട് 30 to 35 മിനിറ്റ് പെർ ആൻസറിന് നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ 20 മാർക്കിന്റെ എസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തന്നെ പഠിപ്പിക്കുക. ഒരു ടീച്ച് ബാക്ക് മെത്തേഡ് യൂസ് ചെയ്യുക. നമ്മളെ തന്നെ പഠിപ്പിക്കുമ്പോൾ എന്താ, നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തന്നെ പഠിപ്പിക്കുക. പഠിപ്പിക്കുന്ന സമയത്ത് ഓരോ ഹെഡിങ്, അതുപോലെ തന്നെ അതിന്റെ സബ് ഹെഡിങ്, എങ്ങനെയാണ് അത് സിലബസിൽ കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യണം, നമ്മൾ എക്സാം എഴുതാനും നമ്മളെ തന്നെ പഠിപ്പിക്കാനും അവിടെ വെച്ച് അത് നമ്മൾ ആ പേപ്പറിൽ പ്രസന്റ് ചെയ്യാനും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു 4 or 6 വാല്യൂ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഡെഫിനിഷൻസും കാര്യങ്ങളും കൂടുതലായിട്ട് എഴുതുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 2 or 3 എക്സാമ്പിൾസ്, നമ്മളൊരു ടോപ്പിക്കിൽ ഒരു 2-3 എക്സാമ്പിൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിട്ടോ അല്ലെങ്കിൽ വായിച്ചിട്ടോ പഠിക്കുക. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സാമ്പിൾ എങ്കിലും പെട്ടെന്ന് നമുക്കൊരു സിനാരിയോ ബേസ്ഡ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇനി നമുക്ക് എക്സാമിന് ആകെ കുറച്ച് ദിവസം, അതായത് 1-2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക. എക്സാമ്പിൾസും കാര്യങ്ങളും അതുപോലെ തന്നെ പോയിന്റ്സ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തന്നെ പഠിക്കാം. ഇനി നമ്മൾ നോക്കുന്നത് മീഡിയം പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സ് ആണ്. അതായത് മൊറാലിറ്റി ആൻഡ് മോറൽ വേഴ്സസ് റിലീജിയസ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ, റിലേഷൻഷിപ്പ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി ആൻഡ് സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് വാല്യൂസ് ഇൻ ചിൽഡ്രൻ ആൻഡ് ഗുഡ് ആൻഡ് സെൽഫ് റിയലൈസേഷൻ, തിയറീസ് ഓഫ് കോണ്ടക്ട് ആൻഡ് ദെൻ സോഷ്യൽ ഇന്ററാക്ഷൻ, വെർബൽ ഓർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റ്. അതായത് നമുക്കൊരു മീഡിയം പ്രയോറിറ്റി ക്വസ്റ്റ്യൻ വരുന്ന സമയത്തായാലും നമ്മൾ എന്ത് ചെയ്യുക, 1-2 തവണ വായിക്കാം, ഒരു 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 20 to 25 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഫ്ലാഷ് കാർഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോറൽ വേഴ്സസ് റിലീജിയസ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഓർത്തഡോക്സ് സ്കൂൾസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഒരു 20 to 25 മിനിറ്റ്സിൽ നമ്മൾ എഴുതുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മളൊരു പോയിന്റ്സ് ഒരു 5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് വെക്കാം.
ഇനി നമ്മൾ നോക്കുന്നത് ലോ പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്കാണ്. ലോ പ്രയോറിറ്റിയിൽ വരുന്നതാണ് വാല്യൂ, കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ, കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ് ടെക്നിക്സ് ആൻഡ് റീസൺ ആൻഡ് ഇമോഷൻ ഓഫ് ഹ്യൂമൻ കണ്ടക്ട്. അതുപോലെ തന്നെ ലെസ് ടെസ്റ്റഡ് സബ്സെക്ഷൻ സച്ച് ആസ് ഡീറ്റെയിൽഡ് കേസ് സ്റ്റഡീസ്, എക്സ്റ്റെൻഡഡ് എക്സാമ്പിൾസ് ആൻഡ് സം ലെസൺസ് ഓൺ ലൈഫ് നറേറ്റീവ്സ്. ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് ലോ പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഈ ലോ പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക് ആയാലും കൂടി നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കാം. നമ്മൾ അതുപോലെ തന്നെ എക്സാമ്പിൾസ് കോട്ട് ചെയ്യുക, അതുപോലെ തന്നെ 1-2 ബ്രീഫ് റെഫറൻസ് നമ്മൾ യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ഹൈ പ്രയോറിറ്റിയിൽ വരുന്നത് നമ്മൾ എഴുതി തന്നെ പഠിക്കുക. മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നതായാലും നമ്മൾ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ലോ പ്രയോറിറ്റി ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കെയർഫുള്ളി എന്ത് ചെയ്യുക, അതിലെ കാര്യങ്ങളും പോയിന്റ്സും നല്ലപോലെ ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടയർ 1ഉം ടയർ 2ഉം. നമ്മൾ ഈ ടയർ 1ഉം ടയർ 2 എന്ത് ചെയ്യുക, നല്ലപോലെ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ ഔട്ട്ലൈൻ ഉണ്ടാക്കുക, അതുപോലെ തന്നെ അതിന്റെ ആൻസേഴ്സ് ഫുള്ള്, അതായത് ഔട്ട്ലൈൻ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോരോ പോയിന്റ്സ് എന്ത് ചെയ്യുക, നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ടയർ 1ഉം ടയർ 2 എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഇനി പിന്നെ കൊടുത്തിരിക്കുന്നത് ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ്. അതായത് നമ്മൾ എങ്ങനെയാണ് ലോ പ്രയോറിറ്റി, മീഡിയം പ്രയോറിറ്റി, ഹൈ പ്രയോറിറ്റി, അതിന്റെ പ്രോബബിലിറ്റിന്റെ ഒരു മീഡിയം ഇൻഡിക്കേറ്റർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും അവസാനം ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ലേൺ വൈസിന്റെ ലേണേഴ്സിന് നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. നമുക്കറിയാം, നമുക്ക് വരുന്ന എക്സാമ്പിൾ, അതായത് എക്സാം എന്ന് പറയുന്നത് ഇപ്പൊ December 2025 BED-SV 101 വാല്യൂ എഡ്യൂക്കേഷൻ എന്ന പേപ്പറിന്റെ 3 hours ആണ് നമ്മളുടെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. മാക്സിമം 100 മാർക്കിലാണ്. നമ്മൾ ആൻസർ ഓൾ 5 ക്വസ്റ്റ്യൻസ്, എല്ലാ 5 ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു ക്വസ്റ്റ്യന് 20 മാർക്കാണ് വരുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ്സേസ് മാത്രമാണ് വരുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഒന്നിക്കൽ അറ്റംപ്റ്റ് ഐദർ പാർട്ട് എ ഓർ പാർട്ട് ബി. നിങ്ങൾ പാർട്ട് എ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് പാർട്ട് എയിലെ എ പാർട്ട് എന്ന് തന്നെ എഴുതിയിട്ട്, അതായത് ബ്രാക്കറ്റിൽ എ എന്ന് എഴുതിയിട്ട് തന്നെ എഴുതുക. ബി പാർട്ട് ആണെങ്കിൽ ബി എന്ന് തന്നെ എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ ഇടാനും അതുപോലെ തന്നെ പാർട്ട് എ പാർട്ട് ബി ഇടാനും ഒരിക്കലും മറക്കരുത്. എഴുതുന്ന കാര്യങ്ങൾ നീറ്റായിട്ട് തന്നെ അതിൽ പ്രസന്റ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻസ് പോകുവാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ ഹൗ വാല്യൂ എഡ്യൂക്കേഷൻ റെസ്പോണ്ട് ടു ദ മേജർ സോഷ്യൽ പ്രോബ്ലംസ് സീൻ ഇൻ കണ്ടംപററി ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഇല്ലുസ്ട്രേറ്റ് യുവർ ആൻസർ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഫ്രം സ്കൂൾ ഓർ കമ്മ്യൂണിറ്റി ലൈഫ്. അത് ബ്ലോക്ക് 1-ൽ നിന്ന് സോഷ്യൽ മലൈസ് ആൻഡ് ദ നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓർ ബി പാർട്ട് എന്ന് പറയുന്നത് വാട്ട് യു മീൻ ബൈ മോറൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡിസ്ക്രൈബ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ മോറൽ എഡ്യൂക്കേഷൻ ആൻഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഫ്രം ക്ലാസ് റൂം പ്രാക്ടീസ്. ബ്ലോക്ക് 1-ൽ കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏതാണോ അറിയുന്നത് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ എ ഓർ ബി എന്നിട്ട് തന്നെ എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്ന എ പാർട്ട് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് എനി 4 ഇമ്പോർട്ടന്റ് കോമ്പോണൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഈച്ച് ഓഫ് ദം റിഫ്ലക്ട് ആൻഡ് അണ്ടർലൈനിങ് ഹ്യൂമൻ വാല്യൂസ്. ബ്ലോക്ക് 2 ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ് എന്ന് 20 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓർ what do you understand about cultural pluralism in India and discuss how living in a culturally plural society influence the value of formation among citizens. ബ്ലോക്ക് 2-ല് കൾച്ചറൽ പ്ലൂറലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റിയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അതിന് വരുന്നതും 20 മാർക്കാണ്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എ പാർട്ട് വരുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇൻട്രൻസിക് ആൻഡ് ഇൻസ്ട്രുമെന്റൽ ഗുഡ് ആൻഡ് ഗിവ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഓഫ് ഈച്ച് ആൻഡ് ഷോ ഹൗ ദ ഐഡിയ ഓഫ് സെൽഫ് റിയലൈസേഷൻ ഈസ് റിലേറ്റഡ് ടു ദീസ് ഫോം ഓഫ് ഗുഡ്. ബ്ലോക്ക് 3 തിയറീസ് ഓഫ് ഗുഡ്നെസ് എന്ന് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യനിലെ തന്നെ ബി പാർട്ട് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ എനി 2 ഓഫ് ദ ഫോളോയിങ് തിയറീസ് ഓഫ് കണ്ടക്ട്. ethical egoism and general good theory and rural utilitarianism, and bring out of this central idea and value emphasize on each theory. Block 3 theories of conduct 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പാർട്ട് ഡിഫൈൻ സോഷ്യലൈസേഷൻ ആൻഡ് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ഫാമിലി ആൻഡ് പിയേഴ്സ് ആസ് ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. ബ്ലോക്ക് 4-ല് പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ തന്നെ ബി പാർട്ട് വരുന്നത് വാട്ട് ഈസ് വാല്യൂ കോൺഫ്ലിക്ട് ആൻഡ് എക്സ്പ്ലെയിൻ എനി മെത്തേഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സ്കൂൾസ് ടു മാനേജ് ആൻഡ് റിസോൾവ് കോൺഫ്ലിക്ട് എമംഗ് ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്. ബ്ലോക്ക് 4-ല് വാല്യൂസ് ആൻഡ് കോൺഫ്ലിക്ട് ആൻഡ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അത് വന്നിരിക്കുന്നത്. അടുത്ത നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ലാസ്റ്റ് എ പാർട്ടിൽ വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ വൈ ദ ഹോം ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് പ്ലേസ് ഓഫ് ലേണിംഗ് ആൻഡ് ഡിസ്കസ് ഹൗ ദ ഹോം എൻവയോൺമെന്റ് കോൺട്രിബ്യൂട്ട് ടു ദ വാല്യൂ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ.
ബ്ലോക്ക് 4 യൂണിറ്റ് 5 സോഷ്യൽ ലിങ്കേജസ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ് അറ്റ് ഹോം ആൻഡ് നൈബർഹുഡ് എന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് ബ്ലോക്ക് 4ൽ നിന്ന്. 5th ക്വസ്റ്റ്യന്റെ ബി പാർട്ട് എന്ന് പറയുന്നത് ഡിഫൈൻ മാസ് മീഡിയ ആൻഡ് ഡിസ്കസ് എനി 3 പോസിറ്റീവ് ആൻഡ് എനി 3 നെഗറ്റീവ് എഫക്ട് ഓഫ് മീഡിയ ഓൺ ദ വാല്യൂ ഡെവലപ്മെന്റ് ഓഫ് യങ് പീപ്പിൾ. ബ്ലോക്ക് 4 യൂണിറ്റ് 5 സോഷ്യൽ ലിങ്കേജസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓൺ മീഡിയ ഓൺ വാല്യൂ ഡെവലപ്മെന്റ് എന്ന ടോപ്പിക്കിൽ നിന്ന് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറിലെ 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് കണ്ട് ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്തോ അത് മാത്രമേ വരുള്ളൂ. അതായത് ഈ ക്വസ്റ്റ്യനിലെക്കാട്ടും എളുപ്പത്തിൽ അത്രയും ഈസി ആയിട്ടായിരിക്കാം ഇനി വരുന്ന എക്സാം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് ഏത് ബ്ലോക്കാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നോക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ചതിൽ കൂടുതലായിട്ട് ഒന്നും വരാൻ പോകുന്നില്ല. നമ്മൾ ബ്ലോക്ക് 4 വരെ, അതായത് ബ്ലോക്ക് 4ന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടും പഠിക്കുക. അതുപോലെ തന്നെ ഓരോ യൂണിറ്റും അതിൽ വന്നിരിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം നോക്കുക. ഇതിൽ കൂടുതലൊന്നും വരാനില്ല. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്തോ അതേ വരുള്ളൂ. അതിൽ കൂടുതലായിട്ട് ഒന്നും ചോദിക്കില്ല. ചോദിക്കുന്നുണ്ടെങ്കിൽ കൂടി നമുക്കത് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പാനിക് ആവരുത് ഒരിക്കലും. 1 or 2 തവണ വായിക്കുക. കാരണം നമ്മുടെ കയ്യിലുള്ള പോയിന്റ്സ് തന്നെയാണ് അതിലുള്ളത്. നമ്മൾ അത് ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് മിടുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 1 or 2 തവണ വായിച്ചിട്ട് ആൻസർ എഴുതാൻ നോക്കുക. എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ, അതുപോലെ തന്നെ ഹെഡിങ്, സബ് ഹെഡിങ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ എഴുതാം. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അപ്ലിക്കേഷൻ ലെവലിലൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അത് റിയൽ ലൈഫുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അത് അപ്ലിക്കേഷൻ ലെവലിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാക്സിമം എക്സാമ്പിൾസ് കോട്ട് ചെയ്യുക. ഡിഫറൻസസ് ഒക്കെ വരികയാണെങ്കിലും ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ദെൻ ഒരു ടേബിളൊക്കെ വരച്ച് ഇൻട്രൊഡക്ഷൻ, അതായത് ഡിഫറൻസസ് ഒക്കെ കറക്റ്റ് എഴുതാം. അതിനുശേഷം എന്ത് ചെയ്യുക, അതായത് കൺക്ലൂഡ് ചെയ്യുക. അതിലുള്ള പോയിന്റ്സ് തന്നെ ലാസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിലും ഫോക്കസ് ചെയ്യുക. അങ്ങനെ നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് വരച്ച് തന്നെ ചെയ്യാം. എന്നിട്ട് ഓരോന്നും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ആരും ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. നമ്മൾ പറഞ്ഞിരിക്കുന്ന ബ്ലോക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്ന് പഠിക്കുക. നമ്മൾ പഠിക്കുന്നതിൽ കൂടുതലൊന്നും വരില്ല. നമ്മൾ എന്താണോ പഠിച്ചിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് വരിക. അപ്പൊ ആരും ഒന്നും പാനിക് ആവേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻസ് കിട്ടിയ കാമായിട്ട് ഇരുന്നൊന്ന് വായിച്ചിട്ട് നല്ല രീതിയിൽ എക്സാം എഴുതാം. എനിവേ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നേരുന്നു. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാം. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.